മീൻ വാല്യൂ തിയറത്തിന്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ പറയാന്ന് പറഞ്ഞതാ. കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതെല്ലാം പറയുന്നതിന് മുമ്പ് ജസ്റ്റ് നമ്മൾ പറഞ്ഞ മീൻ വാല്യൂ തിയറം നമുക്ക് തരുന്നുണ്ട് ഉറപ്പാ. നമുക്ക് ജസ്റ്റ് കോമൺ സെൻസ് കൊണ്ട് മാത്രം ഒന്നും വിശ്വസിച്ചിരിക്കാനൊന്നും പറ്റത്തില്ല. കാരണം മാത്സിന് കോമൺ സെൻസിന് വിലയില്ല. ഓക്കെ, പ്രൂഫിന് അവിടെ വാല്യൂ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ആ പറഞ്ഞൊന്ന് മീനിങ് ഫുൾ ആയിട്ടൊന്ന് കാണിച്ചു തരാം വിഷ്വലി. സപ്പോസ് ഒരു ഗ്രാഫ് എടുക്കുക, y ഈക്വൽ ടു mod x. ഓക്കെ, അപ്പൊ ആ ഗ്രാഫ് എടുത്താൽ ഇതുപോലെ ഇരിക്കും, ഒരു വി കർവ്. ഓക്കെ, ഞാൻ എടുക്കാൻ പോകുന്ന എൻ്റെ എ എന്ന് പറഞ്ഞ പോയിന്റ് -2, ബി എന്ന് പറയുന്ന പോയിന്റ് +2 ആന്ന് വെച്ചാ. അപ്പൊ അയാളുടെ y വാല്യൂ എന്തായിരിക്കും? y വാല്യൂ സെയിം തന്നെ ആയിരിക്കും. എന്ത് 2 എന്ന് പറയുന്നത്. കാരണം y ഈക്വൽ ടു എന്താ mod x ആ. എക്സിന് ഞാൻ -2 ഇട്ട് കൊടുത്താലും +2 ഇട്ട് കൊടുത്താലും എനിക്ക് കിട്ടാവുന്ന y എന്ന് പറയുന്ന വാല്യൂ 2 തന്നെ. ഓക്കെ, അപ്പം എങ്ങനെ ഇരിക്കും? എൻ്റെ എ എന്ന് പറയുന്ന പോയിന്റ് ഇതും ബി എന്ന് പറയുന്ന പോയിന്റ് ഇതും. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്ത് എൻ്റെ എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് കിട്ടും? ഇത് തന്നെ കിട്ടും. എഫ് ഓഫ് ബി എന്ന് പറഞ്ഞാലും ഇത് തന്നെ ആയിരിക്കും വാല്യൂ. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്ത് എന്ന് ബിയിലോട്ട് ഒരു സീക്വന്റ് വരച്ച് എങ്ങനെ ഇരിക്കും? ആ സ്ട്രെയിറ്റ് ലൈൻ ഇരിക്കും. ഓക്കെ, സോ ഇനി ബൈ കോമൺ സെൻസ് പറയാൻ പോവാ. ബൈ കോമൺ സെൻസ് എന്താ പറയുന്നത്? ഓക്കെ, ഇന്ന് ബിയിലോട്ടൊരു സീക്വന്റ് ലൈൻ വരച്ച് അപ്പൊ ഈ ഗ്യാപ്പ് തൊട്ട് ഈ ഗ്യാപ്പ് വരേക്കും ഏതേലും ഒരു പോയിന്റ് കാണും. അവിടെയും ഈ സീക്വന്റിന്റെ സ്ലോപ്പ് തന്നെ ആയിരിക്കും ആ ടാൻജന്റിന്റെ സ്ലോപ്പ്. ഓക്കെ, അതാണ് ബൈ കോമൺ സെൻസ് പറയുന്നത്. ഇവിടെ സീക്വന്റിന്റെ സ്ലോപ്പ് എന്താ? 0. 0 കാരണം എന്താ? ഫ്ലാറ്റ് ലൈനാ. അപ്പൊ ബൈ കോമൺ സെൻസ് നമുക്ക് എന്ത് പറയാം? ഇവളുടെ പോയിന്റിൽ ഏതേലും ഒരു സ്ഥലത്ത്, അതായത് ഈ ഗ്യാപ്പ് തൊട്ട് ഈ ഗ്യാപ്പ് വരേക്കും ഏതേലും ഒരു പോയിന്റിൽ എന്ത് ഒരു ഫ്ലാറ്റ് ലൈൻ കാണും. ഓക്കെ, കാരണം ഫ്ലാറ്റ് ലൈൻ ആയാലല്ല അത് ഈ സീക്വന്റിന്റെ സ്ലോപ്പിനോട് സെയിം ആവും. കാരണം ഫ്ലാറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്താ? 0. ഓക്കെ, അതായത് ആ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്ത ആ പോയിന്റിൽ പറയുന്നത് എന്താ? ബൈ കോമൺ സെൻസ് പറയുന്നത് എന്താ? ഏതെങ്കിലും ഒരു പോയിന്റിൽ ഫ്ലാറ്റ് ലൈൻ ഉണ്ട്. ഫ്ലാറ്റ് ലൈൻ ഉണ്ടെങ്കിൽ ആ പോയിന്റിന്റെ സ്ലോപ്പ് 0 ആയിരിക്കും. എന്നാൽ മാത്രമേ സീക്വന്റിന്റെ പോയിന്റിനോട് സെയിം ആവും. അതാണ് ബൈ കോമൺ സെൻസ്. ഓക്കെ, എന്തിനാ മീൻ വാല്യൂ തിയറം ഒക്കെ? നമ്മൾ ബൈ കോമൺ സെൻസ് വെച്ച് തന്നെ നമുക്ക് പറയാൻ പറ്റിയല്ലോ, അവിടെ ഒരു പോയിന്റ് കാണാം. അതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത്. കോമൺ സെൻസ് കൊണ്ട് നമ്മൾ എന്താ ഊഹിച്ചത്? അതിന്റെ ഇടയ്ക്ക് ഒരു പോയിന്റ് കാണാം. അതിനെന്തിനാ മീൻ വാല്യൂ തിയറം പോലെ തിയറം ഒക്കെ കൊണ്ടുവന്ന് വെക്കുന്നത്? ഒരു പോയിന്റ് കാണും. ഓക്കെ, അതിന് പ്രത്യേകിച്ച് മീൻ വാല്യൂ തിയറം ഒന്നും വേണ്ട. പക്ഷെ അത് ഇവിടെ ഫെയിലും. കാരണം ഇവിടെ നിങ്ങൾക്ക് ഫ്ലാറ്റ് ആയിട്ട് ഒരു ടാൻജന്റ് കണ്ടുപിടിച്ച് തരാൻ പറ്റുമോ? ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ സ്ലോപ്പ് താഴോട്ട്, ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ സ്ലോപ്പ് മേലോട്ട്. വി എന്ന് പറഞ്ഞ കർവിൽ സ്ലോപ്പ് ഇല്ല, ഡിഫൈൻഡ് അല്ല. ഓക്കെ, കോമൺ സെൻസ് പൊളിഞ്ഞു. ഇവിടെ കോമൺ സെൻസ് പൊളിഞ്ഞു. അതായത് കോമൺ സെൻസ് പറയുന്നത് എന്താ? ഇവിടുത്തെ നമ്മൾ ഈ പോയിന്റിൽ എ എന്ന് പറയുന്ന -2 ബി എന്ന് പറയുന്ന 2 എന്ന് പറയുന്ന എക്സിന്റെ പോയിന്റ്സ് എടുത്തിട്ട് ഒരു സ്ലോപ്പ് വരച്ചപ്പം കിട്ടിയ ആ സീക്വന്റിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 0. കാരണം ഫ്ലാറ്റ് ലൈനാ. ബൈ കോമൺ സെൻസ് വെച്ച് നമ്മൾക്ക് പറയാൻ പറ്റി, ഇവിടെ എവിടെയെങ്കിലും ഒരു പോയിന്റ് കാണും. സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, അവിടെ ഒരു ടാൻജന്റ് വരച്ചാൽ അതും ഒരു ഫ്ലാറ്റ് ലൈൻ ആയിരിക്കും. കാരണം സീക്വന്റിന്റെ സ്ലോപ്പിനോട് സെയിം ആവണമല്ലോ. പക്ഷെ അങ്ങനെ ഫ്ലാറ്റ് ലൈൻ വരയ്ക്കാൻ ഒരു പോയിന്റ് ഇല്ല. അതിന്റെ അർത്ഥം എന്താ? കോമൺ സെൻസ് പൊളിഞ്ഞു. ഓക്കെ, പക്ഷെ മീൻ വാല്യൂ തിയറം വെച്ച് നോക്കിയാൽ എന്താ? എല്ലാ പോയിന്റിലും കണ്ടിന്യൂസും ആയിരിക്കണം, ഇന്റർവെല്ലിൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ഈ ഒരു പോയിന്റ് ഡിഫറൻഷ്യബിൾ അല്ല. സോ ഇത് മീൻ വാല്യൂ തിയറം വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റി, ഓക്കെ ഇത് പൊളിയും. പക്ഷെ കോമൺ സെൻസ് വെച്ച് നമ്മൾ പറഞ്ഞ് അത് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ ആര് ജയിച്ച്? മീൻ വാല്യൂ തിയറം ജയിച്ച്, കോമൺ സെൻസ് പൊളിഞ്ഞ്. ഇപ്പൊ മനസ്സിലായ ആ ബേസ് എക്സാമ്പിൾ? ആ ഒരു സാധനം മാത്രം കോമൺ സെൻസ് പൊളിയും എന്നുള്ളത്. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷനിലോട്ട് വരാം. അതിൽ ഫസ്റ്റ് നമ്മുടെ നേരത്തെ പറഞ്ഞത്, അതായത് നമ്മൾ 100 മൈൽ 2 മണിക്കൂർ കൊണ്ട് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ആൾ എത്ര കള്ളം പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മൾ ഏതെങ്കിലും ഒരു ഒറ്റ സ്പെസിഫിക് പോയിന്റിലെങ്കിലും നമ്മൾ 50 മൈൽ/അവർ എന്ന് പറഞ്ഞ ആവറേജ് സ്പീഡിൽ പോയിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ പോകാൻ പറ്റത്തില്ല. 50ന് തൊട്ട് താഴെ നിങ്ങൾക്ക് 49.5 അല്ലെ 49. നിങ്ങൾ 49 km/h'ലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും 2 മണിക്കൂർ കൊണ്ട് 100 മൈൽ ക്രോസ് ചെയ്യാൻ പറ്റൂല. നിങ്ങൾക്ക് 98 മൈലേ ക്രോസ് ചെയ്യാൻ പറ്റും. ഒന്ന് നോക്ക്, 49 മൈൽ/ഹ'റിൽ, അതായത് 50 മൈൽ/ഹ'റിൽ കയറിയില്ല എന്ന് നിങ്ങൾ കള്ളം പറയാൻ നോക്കുക. ഓക്കെ, എന്നാൽ നിങ്ങൾ 2 മണിക്കൂർ കൊണ്ട് 100 മൈൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ 50 മൈൽ/ഹ'റിൽ നിങ്ങൾ കയറിയിട്ടില്ലെങ്കിൽ 50ന് താഴോട്ടുള്ള വാല്യൂയിലേ നിങ്ങൾക്ക് പോകാൻ പറ്റും. 50ന് ഏറ്റവും തൊട്ട് താഴെയുള്ള വാല്യൂ ഏതാ? 49. 49 മൈൽ/ഹ'റിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ 2 മണിക്കൂറിലത്തെ നിങ്ങൾ 98 മൈലേ ക്രോസ് ചെയ്യും. 100 മൈൽ എത്തൂല്ല. അല്ലെ 49.5 ഇട്.
നിങ്ങൾ 99 മൈലേ ക്രോസ് ചെയ്യും. ഓക്കെ, ഇനി നിങ്ങൾ 50 മൈലിന് മേളിലാ പോയെന്ന് പറഞ്ഞാലോ, അപ്പൊ തന്നെ നിങ്ങളെ കള്ളം പൊളിയും. കാരണം ഒരിക്കലും 0-ന്ന് 50 എന്ന് പറഞ്ഞ പോയിന്റ് തൊടാതെ 52 53 ഒന്നും എത്താൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ മീൻ വാല്യൂ തിയറം പറയുന്നത് അവിടെ ഒരു ഉറപ്പാ. എന്ത്, നിങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ 50 എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താന്ന് പറയാം. ബേസിക്കലി മീൻ വാല്യൂ തിയറം നമുക്ക് ഒരു എററിന്റെ അനാലിസിസ് ആയിരുന്നു. എന്താ ഞാൻ ഇപ്പൊ ക്ലിയർ ആയിട്ട് പറയാം. ഇത് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഞാൻ പറയാം, ശ്രദ്ധിക്കുക. നമ്മുടെ മെഷീൻസിലൊക്കെ നമ്മൾ കമ്പ്യൂട്ടേഷൻ നടത്തുമല്ലോ, അല്ലെ നമ്മുടെ ആക്ച്വൽ റിയൽ ലൈഫിൽ വാല്യൂസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഈ വാല്യൂസ് എപ്പോഴും കറക്റ്റ് ആയിരിക്കണമെന്നില്ല. എന്താ ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ ഒരു 2-3 സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. ആ സ്കെയിൽ എടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇവരുടെ ഒന്നും പോയിന്റ്സ് ഒരിക്കലും അലൈൻ ചെയ്തില്ല. കാരണം ചെറിയ മൈന്യൂട്ട് വ്യത്യാസമെങ്കിലും കാണും ഇവരൊക്കെ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് ചിലപ്പം സ്കെയിലിൻ്റെ അകത്ത് വരയിടുന്ന സാധനത്തിന് ചിലപ്പോൾ ഒരു എറർ പറ്റിയാൽ അതിന്റെ സ്കെയിലിങ്ങിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാലും തെറ്റ് പറ്റാം. അപ്പൊ നമ്മൾ ഇത് സ്കെയിൽ എടുക്കുമ്പോൾ തന്നെ പല ബ്രാൻഡിന്റെ എടുക്കുമ്പോൾ അധികം തെറ്റുണ്ടെങ്കിൽ ഇതിനും താഴോട്ട് മൈന്യൂട്ട് സ്കെയിലിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകൾ എന്തൊക്കെയായിരിക്കും? ഓക്കെ, എത്ര ആക്യുറേറ്റ് ആണെന്ന് പറഞ്ഞാലും അവരുടെ ഇടയിൽ ചെറിയൊരു തെറ്റ് കാണാം. അതുകൊണ്ടാണ് ഈ നമ്മൾ ഈ ഫിസിക്സ് ലാബിലൊക്കെ പോകുമ്പോൾ വളരെ ചെറിയ ലെങ്ത് ഒക്കെ കണക്ക് കൂട്ടാൻ വയർ ഗേജ് അങ്ങനത്തെ കുറെ സാധനമൊക്കെ തരുമല്ലോ. അപ്പൊ അവിടെ ഒരു ടോളറൻസ് വെക്കും. എന്ത്, പ്ലസ് ഓർ മൈനസ് എത്ര mm. അതായത് ഓക്കെ, നിങ്ങൾ ഈ പറയുന്ന വാല്യൂ, ഞങ്ങൾ ഈ മെഷീനിൽ കാണിച്ചിരുന്ന വാല്യൂ കറക്റ്റ് ആണ്, പക്ഷേങ്കിൽ അത് എന്ത്, ഒന്നെങ്കിൽ ഇത്ര അതിൽ കുറവായിരിക്കും, ആക്ച്വൽ വാല്യൂ ഇത്ര കൂടുതലായിരിക്കും. അതായത് അവർ തന്നെ പറയുന്നുണ്ട് അത് എക്സാക്ട് കറക്റ്റ് അല്ല, ഒരു എറർ ഉണ്ട് അവിടെ. എന്ത്, അതായത് ഞങ്ങൾ തന്ന സ്കെയിലിൽ നിങ്ങളിപ്പം 5 mm ആണ് കണക്ക് കൂട്ടുന്നതെങ്കിൽ, ഓക്കെ, 0.1 mm ആണ് അതിന്റെ ടോളറൻസ് എങ്കിൽ അതിന്റെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് ചിലപ്പോൾ 5 mm ആയിരിക്കില്ല. ഓക്കെ, ഒന്നുകിൽ 4.9 mm ആയിരിക്കാം, അല്ലെങ്കിൽ 5 ആയിരിക്കാം, 5.1 mm ആയിരിക്കാം. ഓക്കെ, അതാണ് ടോളറൻസ് പറയുന്നത്. കറക്റ്റ് അല്ല, കറക്റ്റ് ആവാം, പക്ഷെ കറക്റ്റ് അല്ലാതെ ഒരു 0.1 mm കുറഞ്ഞിരിക്കുക, അല്ലെ 0.1 mm കൂടിയിരിക്കുക. ഓക്കെ, അപ്പൊ എന്ത് പറ്റി, അവിടെ എറർ സംഭവിക്കുക. ഈ എററുള്ള സാധനം വെച്ചിട്ട് നമ്മൾ ഒരു സാധനം ബിൽഡ് ചെയ്ത് അതിന്റെ ഔട്ട്പുട്ടിലും എന്തായാലും എറർ കിട്ടുമല്ലോ. കാരണം ആക്യുറേറ്റ് വാല്യൂ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആക്യുറേറ്റ് റിസൾട്ട് കിട്ടും. പക്ഷെ എറർ ഉള്ള സാധനം വെച്ച് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എറർ കിട്ടുമല്ലോ. ഓക്കെ, അത് നമുക്കറിയാം. ഈ റിയൽ വേൾഡിൽ, റിയൽ ലൈഫിൽ ഒരു മെഷീൻസും ആക്യുറേറ്റ് അല്ല, അവര് തെറ്റാം. ഓക്കെ, അതായത് ഏത് മെഷീൻ നിങ്ങൾ എടുത്ത് നോക്ക്, അത് കറക്റ്റ് വാല്യൂ ഇല്ല, അതിനൊരു ടോളറൻസ് ഉണ്ട്. റെസിസ്റ്റർ പോലും, ഇലക്ട്രോണിക് കമ്പോണൻസ് ഉപയോഗിച്ച് റെസിസ്റ്റർ പോലും ടോളറൻസ് വെച്ചാണ് തരുന്നത്. എല്ലാത്തിനും ഉണ്ട് ടോളറൻസ്. ഓക്കെ, എല്ലാത്തിനും ഉണ്ട്. അതായത് നമ്മൾ ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു വാല്യൂ അത്ര മീൻസ് കറക്റ്റ് അല്ല, മൈന്യൂട്ട് എറേഴ്സ് ഉണ്ട്. അപ്പൊ ആ എറേഴ്സ് വെച്ചിട്ട് നമ്മൾ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എടുത്താൽ അതിലും എന്തായാലും എറർ കാണും. ഓക്കെ, അത് നമ്മൾ ഈ ലോകത്ത് കമ്പ്യൂട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും എറർ ഉണ്ട്, എറർ ടോളറൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഗോൾ എന്ന് വെച്ചാൽ എറർ ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് കൂടല്ലേ. എറർ വളരെ ചെറുതാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഞാൻ 1 mm തെറ്റിച്ച് ഞാൻ ഒരു കാൽക്കുലേഷൻ നടത്തിയാൽ എനിക്ക് അറ്റ്ലീസ്റ്റ് എനിക്ക് ഔട്ട് കിട്ടുന്നതിൻ്റെ അകത്തൊരു 0.1 mm തന്നെയാണ് ഡീവിയേഷൻ എങ്കിൽ കുഴപ്പമില്ല, കാരണം അത് ചെറിയൊരു എററാ. പക്ഷേങ്കിൽ 0.1 mm വെച്ച് ഞാൻ തെറ്റിച്ചൊരു കാൽക്കുലേഷൻ നടത്തിയിട്ട് എനിക്ക് 1 സെന്റിമീറ്റർ വല്ലോ ആ ആക്ച്വൽ വാല്യൂന്ന് എനിക്ക് ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്ത് കിട്ടുന്നതെങ്കിൽ, ഓക്കെ, അത് വലിയ തെറ്റായിരിക്കും. മനസ്സിലായോ? ആ എറർ എത്രത്തോളം പോവാം, അല്ലെ എററിൻ്റെ അകത്ത് എത്രത്തോളം നിൽക്കാം എന്നൊക്കെയുള്ള നമുക്ക് മീൻ വാല്യൂ തിയറം വെച്ച് കറക്റ്റ് പറയാം. അത് ഞാനിപ്പോൾ ഈ പറഞ്ഞ നിങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരിക്കും. എക്സാമ്പിൾസ് വെച്ച് പറയുമ്പം നിങ്ങൾക്ക് അത് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. അതായത് എന്താ, ഒരു ലിഫ്റ്റ്, ഓക്കെ, അല്ലെങ്കിൽ ഒരു ക്രെയിൻ. ആ ക്രെയിനിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, എന്തേലും ഒരു ആ ക്രെയിൻ്റെ റോപ്പ് ഉണ്ടല്ലോ, അപ്പൊ ആ റോപ്പ് നമ്മുടെ ലിഫ്റ്റിലോട്ടോ അല്ലെ വെയിറ്റിലോട്ടോ കണക്ട് ചെയ്യുന്ന ചെറിയൊരു മെറ്റൽ പീസ് വേണം നോക്കുക. അങ്ങനെ ഒന്നും റിയൽ ലൈഫിൽ ഉണ്ടോ എനിക്ക് അറിയത്തില്ല, കാണും ചിലപ്പോൾ. നേരെ റോപ്പ് അറ്റാച്ച് ചെയ്യുന്നുണ്ടല്ലോ, എന്തെങ്കിലും സാധനത്തിൽ കൂടെ ആയിരിക്കില്ല അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ അറ്റാച്ച് ചെയ്യുന്ന ഒരു മെറ്റൽ പീസാണ് മാത്രം വെക്കുക. ഓക്കെ, അപ്പൊ മെറ്റൽ പീസ് എനിക്കൊരു ഇത്ര ലെങ്താ, അത് ഞാൻ കട്ട് ചെയ്യണം. അപ്പൊ ലെങ്ത് നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടിയൊന്നുമല്ല കട്ട് ചെയ്യുന്നത്, ഒരു സ്കെയിൽ എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്തായിരിക്കില്ല കട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ കട്ട് ചെയ്ത്, അപ്പം കട്ട് ചെയ്യുമ്പം എന്ത് വേണം, അതിന്റെ
ആ മെറ്റൽ പീസിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ സപ്പോസ് ഒരു എത്ര വേണം, ഒരു 5 സെന്റിമീറ്റർ എന്ന് വല്ലതും വെക്കും. ചെറിയൊരു പീസ് നമുക്ക് ചെറിയൊരു പീസ് മതി കണക്ട് ചെയ്യാൻ. അപ്പോൾ 5 സെന്റിമീറ്റർ ഉള്ളൊരു പീസാണ്, അത് വെച്ചാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് മൈൻഡിൽ കണക്ക് കൂട്ടാനൊന്നും പറ്റത്തില്ല. നമ്മളൊരു സ്കെയിലിൽ വെച്ച് പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു മെഷീൻ വെച്ച് കട്ട് ചെയ്യുന്നത്. പക്ഷേ ദ ഫാക്ട് ഈസ് ഞാൻ അതായത് കട്ട് ചെയ്യാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ എടുത്ത ആ സ്കെയിലിന്റെ ടോളറൻസ് എന്ന് പറഞ്ഞാൽ 0.1 mm. അതിന്റെ അർത്ഥം ഞാൻ എടുക്കുന്ന 5 സെന്റിമീറ്റർ മാർക്ക് ചെയ്തിട്ടില്ല, 5 സെന്റിമീറ്റർ ആ സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്തില്ല ഒരു മെറ്റൽ പീസ്, അതിൽ നിന്നാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ ആക്ച്വൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 5 സെന്റിമീറ്റർ ആവാം, അല്ലെ 5 സെന്റിമീറ്ററും പ്ലസ് ഒരു 0.1 mm, അല്ലെ 5 സെന്റിമീറ്ററിനെക്കാട്ടിലും ഒരു 0.1 mm കുറവായിരിക്കും. അത് ഇതാണ് ആക്ച്വൽ റിയൽ ലൈഫ് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് നാച്ചുറൽ. അതായത് ഈ ലോകത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മിക്കവാറും ഒരു വാല്യൂ നമുക്ക് അത്ര പ്രിസൈസ്ലി കാൽക്കുലേറ്റ് അൺലെസ് അത് അത്രയും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ്. സംതിങ് ലൈക്ക് റോക്കറ്റിന്റെ പാർട്സോ അല്ലെങ്കിൽ ടൈനി സ്കെയിലിലൊക്കെ കമ്പ്യൂട്ട് ചെയ്യുന്ന അത്രയും കോംപ്ലിക്കേറ്റഡ് സ്കെയിലൊന്നും കാൽക്കുലേറ്റ് ചെയ്യുന്നതല്ലാതെ ഈ ലോകത്ത് മിക്കവാറും ഉള്ള എല്ലാ കേസിലും എറേഴ്സ് ഉണ്ടാവുക അത് നാച്ചുറൽ ആണ്. ഓക്കെ, ആൻഡ് ഈ കേസിൽ 0.1 mm ആണ് ഇതിന്റെ ടോളറൻസ്. ഇനി ആ മെറ്റൽ പീസിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ടെൻഷനോ അല്ലെങ്കിൽ സ്ട്രെസ്സോ വല്ലതും എനിക്ക് അറിയണമെങ്കിൽ ഞാൻ എന്ത് വേണം, സ്ട്രെസ്സോ ടെൻഷനോ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനിൽ കൊണ്ടുവരണം. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ്റെ അകത്ത് അതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് മാർക്ക് ചെയ്യണം. ഓക്കെ, എനിക്ക് അറിയത്തില്ല കറക്റ്റ് ഒരു ലിഫ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ക്രെയിന് വെച്ച് ലിഫ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നോർമൽ ലിഫ്റ്റിൻ്റെയോ ഇക്വേഷൻ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് സപ്പോസ് ഈ ഒരു എന്നെ ജഡ്ജ് ചെയ്യാൻ വരല്. ഓക്കെ, ഞാൻ അത് നോക്കിയിട്ടില്ല, ഞാൻ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറയുക. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് ഫീൽ ചെയ്യുന്ന ടെൻഷനോ സ്ട്രെസ്സോ അറിയണമെങ്കിൽ നമ്മൾ എന്ത് വേണം, ഈ ലെങ്ത് കൂടെ കൊണ്ടുപോയി വെച്ചിട്ടായിരിക്കും അത് ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പേർക്ക് സംശയം തോന്നും, ഇക്വേഷൻ വെച്ച് ഇക്വേറ്റ് ചെയ്യുന്നത് അതെങ്ങനെ ഇക്വേഷൻ? എടീ, നമ്മൾ +1 +2 എല്ലാം പഠിച്ചു വന്നപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു പീസിൽ അല്ലെങ്കിൽ ഒരു ഒരു വയർ പീസിലോ ഒരു മെറ്റൽ പീസിലോ എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ട്രെസ്സോ സ്ട്രെങ്തോ ഒക്കെ അറിയാൻ നമ്മൾ എന്ത് ചെയ്യും, ഇക്വേഷൻ യൂസ് ചെയ്യും. ഓക്കെ, ആ ഇക്വേഷനിൽ കൊണ്ട് ഇതിന്റെ ലെങ്ത് എല്ലാം ഇട്ട് കൊടുത്തൊക്കെയാണ് നമ്മൾ എത്രത്തോളം ഉണ്ടെന്ന് അറിയുന്നത്. ഓക്കെ, അപ്പം റിയൽ ലൈഫിൽ നമുക്കറിയാം ഈ ലോകത്ത് കുറേ കാര്യങ്ങൾക്ക് ഇക്വേഷൻസ് ഉണ്ട്. അതായത് സ്പീഡ് കണ്ടുപിടിക്കുന്ന ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ വെച്ചിട്ടാണ്. ഓക്കെ, ആവറേജ് സ്പീഡോ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് കണ്ടുപിടിക്കുന്ന ഡെറിവേറ്റീവ് എടുത്തിട്ട്, അല്ലെ ആവറേജ് സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം. അതുപോലെ സ്ട്രെസ്സിനും സ്ട്രെങ്തിനും അല്ലെങ്കിൽ ടെൻഷനും ഫോഴ്സ് കമ്പ്യൂട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ v²-u²/2 അങ്ങനെ കുറേ ഇക്വേഷൻസ് ഇല്ല. അതായത് ലോകത്ത് ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, ഇതെല്ലാം ഫിസിക്സിന്റെ ലോസ് പ്രകാരം വർക്ക് ചെയ്യുന്ന ഇക്വേഷൻസ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ട്രെസ്സോ ടെൻഷനോ ഒക്കെ അറിയണമെങ്കിൽ അതിന് ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, ആ ഇക്വേഷൻസിൽ ആ ഒബ്ജക്റ്റിന്റെ ലെങ്ത് എത്രത്തോളം ഉണ്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ സപ്പോസ് ഇവിടെ നിന്ന് വെക്ക്. ഞാൻ റിയൽ ഒരു ഇക്വേഷൻ ഒന്നും അല്ല പറയുന്നത്, ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയുക. ഓക്കെ, അപ്പോൾ ഈ മെറ്റൽ പീസിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ എനിക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിൽ എനിക്ക് ഇതിന്റെ ലെങ്ത് കൊണ്ട് ഇട്ട് കൊടുക്കണം എന്ന് വെച്ചാൽ, അപ്പം ഞാൻ കൊണ്ട് ഇട്ട് കൊടുക്കുന്ന ലെങ്ത് എത്ര ആയിരിക്കും? 5 സെന്റിമീറ്റർ ആയിരിക്കും. കാരണം എന്താ, എൻ്റെ കണക്കൂട്ടൽ പ്രകാരം ഞാൻ ആ സ്കെയിലിൽ മാർക്ക് ചെയ്ത് 5 സെന്റിമീറ്ററാണ്. ഓക്കെ, അപ്പം ഞാൻ 5 സെന്റിമീറ്റർ കൊണ്ടുവിടുന്നത്. പക്ഷേ നമുക്കറിയാം അത് 5 സെന്റിമീറ്റർ അല്ല, ഇതിനൊരു ടോളറൻസ് ഉണ്ട് 0.1 mm. അപ്പോൾ അതിന്റെ ആക്ച്വൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 5 സെന്റിമീറ്റർ പ്ലസ് 0.1 mm, അല്ല 5 സെന്റിമീറ്ററിനെക്കാട്ടിലും 0.1 mm കുറവായിരിക്കും. പക്ഷെ നമ്മൾ കൊണ്ട് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 5 സെന്റിമീറ്റർ ആയിരിക്കും നമ്മൾ കൊണ്ടുവിടുന്നത്. അങ്ങനെ ഇട്ട് കമ്പ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒരു സ്ട്രെസ് വാല്യൂ കിട്ടി, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടെൻഷൻ്റെ ഒരു വാല്യൂ കിട്ടി. ഓക്കെ, ഒരു മെറ്റൽ പീസാണ് നമുക്ക് സ്ട്രെസ് വാല്യൂ എന്ന് എടുക്കുക, സ്ട്രെസ് വാല്യൂ കിട്ടി. അപ്പോൾ നമ്മൾ ആക്ച്വലി കമ്പ്യൂട്ട് ചെയ്ത സ്ട്രെസ് വാല്യൂ തന്നെ ആയിരിക്കും റിയൽ ലൈഫിൽ വരുന്നത്? അല്ല, കാരണം നമ്മൾ ആക്ച്വലി കമ്പ്യൂട്ട് ചെയ്യുന്നത് 5 സെന്റിമീറ്റർ വെച്ചിട്ടാണ്. പക്ഷെ നമുക്കറിയാം 5 സെന്റിമീറ്റർ മാത്രമല്ല. ഓക്കെ, ചിലപ്പോൾ 5 സെന്റിമീറ്ററിനെക്കാട്ടിലും 1 mm കൂടുതലോ, അല്ലെ 5 സെന്റിമീറ്ററിനെക്കാട്ടിലും 1 mm കുറവോ, അല്ലെ 5 സെന്റിമീറ്റർ തന്നെ ആവാം. അപ്പോൾ എന്താ, അവിടെ ഒരു ചാൻസ് ഉണ്ട് തെറ്റുണ്ടാവാന്നത്. അപ്പോൾ ഈ തെറ്റുള്ള സാധനം വെച്ചിട്ട് നമ്മൾ റിയൽ ലൈഫിൽ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും 5 സെന്റിമീറ്റർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടുന്ന അതേ വാല്യൂ അല്ല, അതിനെക്കാട്ടി കൂടാനോ കുറഞ്ഞിരിക്കാനോ സാധ്യതയുണ്ട്. ഇത് ബേസിക്കലി മനസ്സിലായില്ല. നമ്മൾ നമ്മുടെ നോർമൽ ഇക്വേഷനിൽ നമ്മൾ ഈ മെറ്റൽ പീസിന്റെ ലെങ്ത് കൊണ്ട് ഇടാൻ പോകുന്നത് 5 സെന്റിമീറ്റർ എന്നാണ്. പക്ഷെ നമുക്കറിയാം 5 സെന്റിമീറ്റർ അല്ല, 5 സെന്റിമീറ്ററിനെക്കാട്ടി ഒന്ന് കൂടുതലോ ഒന്ന് കുറവായിരിക്കും. അപ്പം
നമ്മൾ ഇക്വേഷൻ പ്രകാരം ചെയ്തു വെച്ച വാല്യൂവിനെക്കാട്ടിലും കൂടുതലോ ആയിരിക്കും കുറവോ ആയിരിക്കാം. ഓക്കെ, ഇത് നേച്ചറിൽ സർവ്വസാധാരണമാണ്, ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇവിടെ മീൻ വാല്യൂ തിയറത്തിന്റെ ഉപകാരം എവിടാന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ, ആക്ച്വൽ വാല്യൂവിനെക്കാട്ടി കൂടിയോ കുറഞ്ഞോ ഇരിക്കാം. ഓക്കെ, കൂടിയോ കുറഞ്ഞോ ഇരിക്കാം, പക്ഷെ അതൊരു പോയിന്റിനപ്പുറത്തോട്ട് കൂടാനോ കുറയാനോ പാടില്ല. മനസ്സിലായോ? അതായത് ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടെൻഷൻ ഒരു 30 ന്യൂട്ടൺ വല്ലതും വെക്ക്. ഓക്കെ, ഈ എറർ കാരണം, അതായത് നമ്മൾ പേപ്പറിൽ കമ്പ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 30 ന്യൂട്ടൺ ആണെങ്കിൽ, ഈ എറർ ഉള്ള സാധനം കൊണ്ടുപോയി വെച്ചിട്ട് റിയൽ ലൈഫിൽ ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന 35 ന്യൂട്ടൺ ആണെന്നല്ലോ, അല്ലെങ്കിൽ 25 ന്യൂട്ടൺ ആണെന്നല്ലോ. ഓക്കെ, 5 ന്യൂട്ടന്റെ വീതം വ്യത്യാസം വന്നിട്ടുണ്ട് അവിടെ. ചിലപ്പോൾ ആ ഒരു വ്യത്യാസം കാരണം ഇതിൻ്റെ അകത്തുള്ള സ്ട്രെസ് കൂടി ഇത് വളഞ്ഞ് തിരിഞ്ഞ് ഒടിഞ്ഞൊക്കെ പോയി ലിഫ്റ്റിൽ നിന്ന് കമന്നടിച്ച് താഴേക്ക് വീണ ആൾക്കാരൊക്കെ പടവായിപ്പ. ഓക്കെ, അപ്പൊ എന്താ, എറർ സംഭവിക്കാം. ആ എറർ ഒരു പരിധിക്കപ്പുറത്ത് കൂടല്ല. അതായത് 30 ന്യൂട്ടൺ കാൽക്കുലേറ്റ് ചെയ്താൽ ചിലപ്പോൾ ഒരു 31 ന്യൂട്ടനോ അല്ലെങ്കിൽ 29 ന്യൂട്ടനോ, എനിക്കറിയത്തില്ല എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാൻ. ഞാൻ ക്രെയിൻ ഓപ്പറേറ്റിങ്ങിലോ അല്ലെ വെയിറ്റ് ലിഫ്റ്റ് മീൻസ് ഈ കാര്യത്തിലോ അത്ര എക്സ്പേർട്ട് അല്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഒരു എക്സാമ്പിൾ വന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം ചിലപ്പോൾ 29 31 ന്യൂട്ടൺ വരെ അലൗഡ് ആയിരിക്കാം, പക്ഷെ ഒരു കാരണവശാലും ഇത്രയും വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്താണ്, നമുക്ക് മാക്സിമം വരാൻ പറ്റിയ എറർ എന്തോന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അവിടാണ് മീൻ വാല്യൂ തിയറം. അതായത് നമുക്കറിയാം ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ഒരു എറർ ഉണ്ട്, നമ്മൾ ഇട്ട് കൊടുക്കുന്നതിനകത്ത് ഒരു എറർ വരാം. അങ്ങനെയാണെങ്കിൽ അത് വെച്ച് ഇക്വേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് ഓക്കെ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് ന് എത്രത്തോളം എറർ വരാം എന്നതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് മീൻ വാല്യൂ തിയറം വെച്ചിട്ട്. അതെന്താണെന്ന് പറയാം. ഇത് ജസ്റ്റ് ഫോർ ദ പർപ്പസ് ഈക്വേഷൻ കണ്ടില്ലേ, എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ. നമുക്ക് ഈ ബി മൈനസ് എ ഇപ്പുറത്ത് കൊണ്ടുവിടാം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും, ബി മൈനസ് എ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് കിട്ടും. ഇവിടെ ബിയും എയും എന്താ, ആക്ച്വലി ഇൻപുട്ട് വാല്യൂസാണ്. അതായത് നമ്മുടെ എക്സ് വാല്യൂസ് നമ്മൾ പറഞ്ഞില്ല. എഫ് ഓഫ് എ എഫ് ഓഫ് ബി എന്താന്ന് ചോദിച്ചാൽ ഈ എയും ബിയും കൊണ്ട് ഏത് ഇക്വേഷനിലാണ് ഇടുന്നത്, അപ്പം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വാല്യൂസ് ആണ് എഫ് ഓഫ് ബിയും എഫ് ഓഫ് എയും. ഓക്കെ, അതായത് ആക്ച്വലി പറഞ്ഞു വെച്ചാൽ ബിയും എയും ഇൻപുട്ട് വാല്യൂസും എഫ് ഓഫ് ബിയും എയും ഔട്ട്പുട്ട് വാല്യൂസും എഫ് ഡാഷ് ഓഫ് സി അതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ സ്ലോപ്പ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇൻപുട്ട് വാല്യൂസ് ഇൻറ്റു സ്ലോപ്പ് അറ്റ് എ പോയിന്റ് ഈക്വൽ ടു ഔട്ട്പുട്ട് വാല്യൂസ് എന്ന് കിട്ടി. ഓക്കെ, മനസ്സിലല്ല? അത് തന്നെ നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുക, ഇൻപുട്ട് വാല്യൂസ് ഇൻറ്റു സ്ലോപ്പ് അറ്റ് എ പോയിന്റ് ഈക്വൽ ടു ഔട്ട്പുട്ട് വാല്യൂസ്. ഇവിടെ ഇൻപുട്ട് നമ്മൾ എററിന്റെ ടൈമിൽ എടുക്കുന്നത്, അപ്പോൾ നമ്മൾ ഔട്ട് എററിന്റെ ടൈമിൽ തന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് സ്ലോപ്പ് അറ്റ് സം പോയിന്റ്. ഇത്രയും കിട്ടിയേ. ഇനി നമുക്കറിയാം ഇതിന് വരാൻ പോകുന്ന മാക്സിമം സ്ലോപ്പ്, അതായത് വേസ്റ്റ് കേസ് സിനാരിയോ നമുക്ക് എന്താണെന്നറിയാം. അതായത് ഇതിന്റെ സ്ലോപ്പ് 100 വരെ എത്തും, ഇതിൽ കൂടുതൽ കൂടത്തില്ല എന്ന് നമുക്കൊരു നോളജ് ഉണ്ടെന്ന് വെച്ചു ആ സിസ്റ്റത്തിനെ കുറിച്ച്. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും, അതെങ്ങനെ മാക്സിമം വാല്യൂ നമുക്ക് മനസ്സിലായി. ഇടയിൽ ഞാൻ ഒരു കാര്യം പറയാം. നമ്മളൊരു സ്പോർട്സ് കാർ ഉണ്ടാക്കി, 400 km/h ആണ് അതിന്റെ മാക്സിമം സ്പീഡ്, അതിനെത്താൻ പറ്റുക തിയറിറ്റിക്കലി അല്ലെങ്കിൽ പ്രാക്ടിക്കലി. അപ്പോൾ അതിന്റെ മിനിമം സ്പീഡ് എത്താണ് 0. മാക്സിമം സ്പീഡ് എന്ന് വെച്ചാൽ 400 km/h. അതെവിടുന്ന് കിട്ടി? നമുക്കറിയാം വണ്ടി ഡിസൈൻ ചെയ്തേക്കുന്ന 400 km/h ഇപ്പാനാ. അതേ നോളജ് തന്നെ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ പറയുക, എനിക്കറിയാം ഏത് പോയിന്റ് എടുത്താലും അത് നമുക്ക് എന്താ വേണ്ടുന്നത്, സ്ലോപ്പ് അറ്റ് സം പോയിന്റാ വേണ്ടുന്നത്. ഓക്കെ, അതാണല്ലേ വേണ്ടുന്നത്. പക്ഷെ നമ്മുടെ ഈ സ്ലോപ്പ് അറ്റ് സം പോയിന്റ് ഇല്ല, മാക്സിമം സ്ലോപ്പ് വാല്യൂ എന്തോന്ന് അറിയാം. എന്നാൽ അത് തന്നെ കൊണ്ടിട്ട് കൊടുക്കും മാക്സിമം സ്ലോപ്പ് വാല്യൂ. അത് ഇത്ര എൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് വെച്ചാൽ 100 ഇൻറ്റു എറർ ഇൻ ഇൻപുട്ട് 0.1. അതെന്താ 0.1 mm. ഓക്കെ, ഇട്ട് കൊടുക്കുമ്പോൾ എറർ ഇൻ ഔട്ട്പുട്ട് നമുക്ക് 10 കിട്ടി. അതായത് ഈ 10 വരാൻ സാധ്യതയുള്ള മാക്സിമം എറർ. മനസ്സിലായി? കാരണം എന്താ, സ്ലോപ്പ് അറ്റ് സം പോയിന്റിന് വരെ നമ്മൾ മാക്സിമം സ്ലോപ്പ് ആയിട്ട് കൊടുത്താൽ, അപ്പൊ എന്താ റിയൽ ലൈഫിൽ വരാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ എറർ എന്ന് പറഞ്ഞാൽ 10. മനസ്സിലായി? ഈ 10 കൂടുതൽ എറർ സംഭവിക്കത്തില്ല. എന്തിന്? ഈ 0.1 mm ടോളറൻസ് ഉള്ള ഈ സ്കെയിലിന്, ഈ വയറിന്റെ കേസിൽ ഓക്കെ 10 കൂടത്തില്ല. മനസ്സിലായോ? അതായത് മേ ബി ഇങ്ങനെ പറഞ്ഞ 30 ന്യൂട്ടൺ ആയിരുന്നെങ്കിൽ അതിൻ്റെ അകത്ത് ഈ എറർ കാരണം അധികം ഉണ്ടാവാൻ പോകുന്ന ആക്ച്വൽ കിട്ടാൻ പോകുന്ന എറർ എന്ന് പറഞ്ഞാൽ 10 എന്നതിൻ്റെ അർത്ഥം 30-നെക്കാട്ടി കൂടാം, 10 കൂടാം. ചിലപ്പം 40 വരാം, അല്ലെ 30-നെക്കാട്ടി 10 കുറയും, 20 വരാം. ഓക്കെ, ഇതിനപ്പുറത്തോട്ട് കൂടാനോ പറയാനോ പറ്റത്തില്ല. ഞാൻ എപ്പോഴും പറഞ്ഞു, ഇത് നമ്മൾ ആക്ച്വൽ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്ത് തന്നാൽ ഇതുകൊണ്ട് കിട്ടുന്നേ ഉള്ളൂ. നിങ്ങൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി.
ഓക്കെ, 10 അതിലുണ്ടാവാൻ പറ്റിയ മാക്സിമം എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ച 30 ന്യൂട്ടനെക്കാട്ടിലും 10 കൂടെ അല്ലെ 10 കുറയാം. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യാം, നമുക്കിപ്പോ ആക്ച്വൽ നോളജ് ഉണ്ട് 20 തൊട്ട് 40 ന്യൂട്ടൺ വരെ ആയിരിക്കാം. അപ്പൊ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത ആക്സിഡന്റ് ഉണ്ടാകാൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാം. മനസ്സിലായോ? കാരണം നമുക്ക് നേരത്തെ റിയലി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ 30 ന്യൂട്ടൺ. പക്ഷെ നമ്മൾ മീൻ വാല്യൂ തിയറം വെച്ചപ്പോൾ നമുക്ക് മനസ്സിലായി എന്താ മാക്സിമം ഉണ്ടാകുന്ന എറർ എന്ന് പറഞ്ഞാൽ 10. അപ്പൊ എന്ത് പറ്റി, 30നെക്കാട്ടിലും 10 കൂടാം അല്ലെ 30നെക്കാട്ടിലും 10 കുറയാം. ഓക്കെ, ഈ ഒരു നോളജ് കിട്ടി. അപ്പൊ എന്ത് വേണം, നമുക്ക് 30 എന്നുള്ള മാറ്റിയിട്ട് 20 തൊട്ട് 40 വരെയൊക്കെയുള്ള അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. മനസ്സിലായോ? അതായത് ബേസിക്കലി എത്രത്തോളം ഔട്ട് എറർ വരാം എന്നത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്താൽ നമുക്ക് അത് പ്രിവെന്റ് ചെയ്യാം. മനസ്സിലായി? ഇപ്പൊ ഞാൻ 30 ന്യൂട്ടൺ താങ്ങാൻ മാത്രം പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തു വെച്ചാൽ 35 ന്യൂട്ടൺ വന്നാൽ ചിലപ്പോൾ അത് ഫെയിൽ ആവാം. പക്ഷെ നമ്മൾ ഈ കേസ് വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലായി 40 ന്യൂട്ടൺ വരെ വരാം. അപ്പൊ എന്ത് പറ്റി, 40 ന്യൂട്ടൺ വരെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ചെയ്തു വെക്കാം. ഓക്കെ, റിയൽ ലൈഫിൽ ചിലപ്പോൾ 40 ന്യൂട്ടൺ പോലും വരത്തില്ല, 35 32 ന്യൂട്ടനെ വരുത്തുള്ളായിരിക്കാം. അപ്പൊ എന്ത് ചെയ്യും, അത് ബാലൻസ് ചെയ്തോളും. ഇപ്പൊ മനസ്സിലായി? ഇതാണ് ആക്ച്വൽ സിനാരിയോ. അതായത് എത്രത്തോളം മാക്സിമം എറർ വരാമെന്നത് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. എന്നിട്ട് അതിനനുസരിച്ചുള്ള രീതിയിൽ കമ്പ്യൂട്ട് ചെയ്യാം. ഇത് റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കലും 30 ന്യൂട്ടണിൽ നിന്ന് 10 ന്യൂട്ടൺ കൂടുവോ 10 ന്യൂട്ടൺ കുറയുവോ, അത് ഞാൻ ജസ്റ്റ് വെറും ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞതാ. ചിലപ്പോൾ അങ്ങനൊന്നും വരുത്തില്ലായിരിക്കും. ഞാൻ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ ഇവിടെ കാണിച്ചിട്ടില്ല, ഞാൻ ടെൻഷന്റെ ഇക്വേഷൻ കമ്പ്യൂട്ട് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇവിടുത്തെ എറർ ഈ ഒരു ഇക്വേഷൻ വെച്ച് മാത്രം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആയിട്ട് മാത്രം ചിന്തിക്കുക. ഓക്കെ, അല്ലാതെ ഇത് കറക്റ്റ് ആണ്, ഇത് വെച്ചിട്ടാണ് സ്ട്രെസ്സും ടെൻഷനും കാൽക്കുലേറ്റ് അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. ഇങ്ങനൊന്നുമല്ല, ജസ്റ്റ് പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ടെന്നേ ഉള്ളൂ. എനിക്ക് ബേസിക്കലി നിങ്ങളുടെ പറഞ്ഞുകൊണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, റിയൽ വേൾഡിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എറേഴ്സ് ഉണ്ടാവാം. പക്ഷെ നമ്മൾ കാണുമ്പം ഈ പറഞ്ഞിട്ട് 5 സെന്റിമീറ്റർ ആണെങ്കിലും ശരിക്കും എൻ്റെ കമ്പ്യൂട്ടഡ് ആയിട്ടുള്ള വാല്യൂ ചിലപ്പം 5 സെന്റിമീറ്ററിനെക്കാട്ടിലും ഒരെണ്ണം കൂടുതലോ കുറവായിരിക്കാം. അപ്പൊ അത് വെച്ച് ആ തെറ്റ് വാല്യൂ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിയൽ ലൈഫിലെ സിനാരിയോസ് എന്ന് പറഞ്ഞാൽ വ്യത്യാസം കാണാം. ആ വ്യത്യാസം നമ്മൾ ആക്ച്വലി പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചതിനെക്കാട്ടിലും എത്രത്തോളം കൂടുതലോ കുറവായിരിക്കണമെന്ന് നമുക്ക് അറിയേണ്ടുന്നത്. കാരണം ഒരു വലുതിക്ക് അപ്പത്തോട്ട് കൂടിയ പിന്നെ പ്രയോജനം ഇല്ലല്ലോ. നമുക്ക് ആ സ്കെയിൽ കളഞ്ഞേ പറ്റൂ. കാരണം ആ സ്കെയിൽ ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. ഇപ്പോൾ ഇതിന് 100 സെന്റിമീറ്റർ വല്ല ടോളറൻസ് എന്ന് വെച്ചോ, അപ്പൊ ഇതെന്തോ 100 × 100 എന്നോ, അപ്പൊ ഒന്നൊരു ഭയങ്കരമായിട്ട് കൂടുതലോ, അപ്പൊ ആ സ്കെയിൽ കൊള്ളത്തില്ല, എടുത്ത് ദൂരെ കളഞ്ഞേക്കണം. ഓക്കെ, അല്ല മിനിമം ടോളറൻസ് ഉള്ള സ്കെയിലാ. ഓക്കെ, നമുക്കറിയാം ഇത്രത്തോളം എറർ വരാം. അപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ആ വരുന്ന എറർ കൂടെ അനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അത് നമുക്ക് എങ്ങനെ കിട്ടി, മീൻ വാല്യൂ തിയറം വെച്ച്. കാരണം എന്ത്, മീൻ വാല്യൂ തിയറം നമുക്കൊരു ഉറപ്പ് തന്ന് എറർ ഉണ്ടെങ്കിൽ ഓക്കെ ഇത്രത്തോളമാണ് എറർ, ഔട്ടിൽ എററും വരാൻ സാധ്യതയുള്ള. കാരണം ബി എയും ആണ് ഇൻപുട്ട്, സി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ആണ് ഇവളുടെ ഇടയിലുള്ളത്. ഓക്കെ, അപ്പം ആ ഇടയിലുള്ളൊരു പോയിന്റിൽ ഇവളുടെ മീൻസ് എന്താ സ്ലോപ്പ് സെയിം ആയിരിക്കും. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് f(b) f(a) ആണ്. ഓക്കെ, അപ്പം ആ ഒരു ഐഡിയ കിട്ടില്ല. നമ്മളിവിടെ സ്ലോപ്പ് അറ്റ് എ പോയിന്റ് അല്ല, നമുക്കറിയാവുന്ന മാക്സിമം വാല്യൂ കൊണ്ട് ഇട്ട് കൊടുത്ത്. അപ്പം നമുക്ക് എന്തിട്ട് മാക്സിമം എറർ കിട്ടി, അത്രേ ഉള്ളൂ. ഇനി ഇവരെ നമുക്ക് ടൈലർ സീരീസോട്ടൊന്ന് കണക്ട് ചെയ്യാം. അതെന്താന്ന് പറഞ്ഞു തരാം. അതായത് ടൈലർ സീരീസ് എന്താന്നുള്ളത് നമ്മുടെ ലൈൻ ബെൻഡിങ് കോൺസെപ്റ്റിൽ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് ഇച്ചിരി പറയാൻ സാധനം സിമ്പിളാണ്, പക്ഷെ പറയാൻ കുറച്ച് ഹെവിയാണ്. അപ്പം ടൈലർ സീരീസ് എന്താണെന്ന് അറിയാവുന്നവർക്ക് കുഴപ്പമില്ല, അല്ലാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ്, അതായത് സപ്പോസ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെയൊക്കെ കമ്പ്യൂട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം നമ്മൾ അതിനെ സിമ്പിൾ മാത്തമാറ്റിക്കൽ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ടേമിലോട്ട്, സിമ്പിൾ മാത്തമാറ്റിക്കൽ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ടേമിലോട്ടോ സബ്ട്രാക്ഷൻ ടേമിലോട്ടോ ഒക്കെ നമ്മൾ മാറ്റും. അപ്പം അതിനുവേണ്ടി അങ്ങനെ മീൻസ് അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷനെ ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ ടേമിലാക്കി നമ്മൾ സീരീസ് ആക്കി വെക്കും. ഓക്കെ, ആ സീരീസിന്റെ പേരാണ് ടൈലർ സീരീസ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും ആദ്യം ഏതെങ്കിലും ഒരു സ്പെസിഫിക് പോയിന്റ് എടുത്തിട്ട് അവിടുത്തെ മാത്രം വാല്യൂ കണ്ടുപിടിച്ച് അതിൻ്റെ അകത്തോട്ട് കൂടുതൽ ടേംസ് ആഡ് ചെയ്യും. ഓക്കെ, എന്തൊക്കെയാണ് ആ ടേംസ് എന്നൊക്കെ അവിടെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ടേംസ് ആഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ആ ലൈനെ ബെൻഡ് ചെയ്ത് നമ്മുടെ ആക്ച്വൽ ഫംഗ്ഷന്റെ രീതിയിൽ ആക്കി എടുക്കും. ഇതാണ് ടൈലർ സീരീസ്. ഈ ഒരു നോളജ് ഇല്ലെങ്കിൽ ഇനി താഴോട്ട് പറയാൻ നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല. ഞാൻ ഇത് വളരെ ക്രൂഡായിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞു വരുന്നേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് ഡീപ്പർ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ഞാൻ പറഞ്ഞു മനസ്സിലാവും, ഇല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല.
ഓക്കെ, സോ ഐ ബെറ്റർ റെക്കമെൻഡ് നിങ്ങൾക്ക് ടൈലർ സീരീസ് ഉണ്ടെങ്കിൽ പഠിച്ചിട്ട് വരിക, അല്ലെങ്കിൽ എൻ്റെ തന്നെ ലൈൻ ബെൻഡിങ് കോൺസെപ്റ്റ് നോക്കാം. അത് ഇച്ചിരി ലെങ്തിയാണ്, ഞാൻ എപ്പോഴും പറയും, പക്ഷെ കാണുന്നത് ഫസ്റ്റായിരിക്കും. ഇനി ടൈലർ സീരീസ് നമ്മൾ കണ്ട എന്താണ്, ഇതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ടൈലർ സീരീസിന്റെ. ഇത് ഇൻഫൈനൈറ്റ് ആയിട്ട് പൊക്കൊണ്ടിരിക്കും. എന്ത് അടുത്ത ടേം എന്ന് പറഞ്ഞാൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എ ഇൻറ്റു ബി മൈനസ് എ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ, ബി മൈനസ് എ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ. പിന്നെ അടുത്ത പോയി കഴിഞ്ഞാൽ എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എ ഇൻറ്റു ബി മൈനസ് എ ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ 3 ഫാക്ടർ. ഇങ്ങനെ പൊക്കൊണ്ടേ ഇരിക്കും. അതാണ് ടൈലർ സീരീസ്. ഇതാണ് നമ്മുടെ മീൻ വാല്യൂ തിയറം. ആന്നേ, ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇതും ഇവനും ഏതാണ്ട് ഒരുപോലെ ഇരിക്കുമല്ലേ? അല്ലേ? ആന്ന്, സെയിം ആണ്, ഒറ്റ വ്യത്യാസമുള്ളു. അതായത് ഇവിടെ നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എ. ഓക്കെ, അതായത് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ്. നമ്മൾ ഏത് പോയിന്റാണ് എടുക്കുന്നത്, ആ സ്റ്റാർട്ടിങ് പോയിന്റാ നമ്മുടെ എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു ബി മൈനസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എ ഇൻറ്റു ബി മൈനസ് അങ്ങനെയാ പോകുന്നത്. ഇവിടെ മീൻ വാല്യൂ തിയറത്തിലുണ്ട് എഫ് ഡാഷ് ഓഫ് സി ആ. അത് നമ്മൾ പറഞ്ഞ എന്താ, there exists a point C in between A and B where slope at C is same as secant of AB. സോ നമ്മൾ ഇവിടെ എടുക്കുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ല, എ പോയിന്റ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ആ. ബേസിക്കലി പറഞ്ഞ മീൻ വാല്യൂ തിയറം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈലർ സീരീസിന്റെ ആദ്യത്തെ ഒരു ടേം പോലെ ആക്ട് ചെയ്യും. പക്ഷെ വ്യത്യാസമുണ്ട്, ഇവിടെ എഫ് ഡാഷ് ഓഫ് എ അല്ല, എഫ് ഡാഷ് ഓഫ് സി ആ. ഓക്കെ, ഇത് എന്താന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ അകത്ത് ഒരു ഇച്ചിരി കാര്യം പറയാനുണ്ട്. ഓക്കെ,